നമുക്കിപ്പം നയതന്ത്ര വിദഗ്ധൻ KP ഫാബിയൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഫാബിയൻ, വെരി ഗുഡ് മോർണിംഗ്. പശ്ചിമേഷ്യയിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന വാർത്ത ഒട്ടും ശുഭകരമായ വാർത്തയല്ല. നേരിട്ടൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇന്നത്തെ ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയുടെ അടിയന്തര യോഗം ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിർണായകമായ തീരുമാനമെടുത്താൽ ഇരു രാജ്യങ്ങളും അനുസരിക്കാൻ സാധ്യതയുണ്ടോ? ലെബനിൽ ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ച സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഞാനിത് 2 ദിവസം മുമ്പ് ANIയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നെതന്യാഹുവിന്റെ പോളിസി എന്താന്ന് പറഞ്ഞാല് ഇറാനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവോക്ക് ചെയ്യുക, എന്നിട്ട് ഇറാന് പ്രൊവോക്ക് ചെയ്യുമ്പോൾ ഒരു സമയത്ത് ഇറാൻ റെസ്പോണ്ട് ചെയ്യുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാവുമല്ലോ. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇറാന്റെ റെസ്പോൺസ് വളരെ മോഡറേറ്റ് ആണ്. ഒരു റിപ്പോർട്ടിൽ പറയുന്നു 200 മിസൈൽ അയച്ചെന്ന് പറയുന്നു. അതിൽ തന്നെയുമല്ല, ഈ മിസൈൽസ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇത് പോപ്പുലേഷനുള്ള സ്ഥലത്തേക്കല്ല, മറ്റ് തരത്തിലുള്ള സ്ഥലത്തേക്കാണ്. അതൊന്ന്. രണ്ടാമത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഇസ്രയേലില് എത്ര ഇന്ത്യൻസ് ആണുള്ളത്? 30,000 ഇന്ത്യൻസ് ഇതെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ എംബസിയുടെ കണക്കിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കൽ അവിടെയുള്ള ഒരു മലയാളിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും എംബസിയിൽ പോയി രജിസ്റ്റർ ചെയ്യില്ല. അതിൻ്റെ അർത്ഥം എംബസിയുടെ കണക്ക് കൃത്യമായിരുന്നില്ല. പിന്നെ നമ്മൾ കൂടുതൽ അനേകായിരം തൊഴിലാളികളെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അപ്പൊ ഇവരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം. മറ്റു രാജ്യങ്ങൾ അതിനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് എന്താണ് ഇന്ത്യ അതിനെപ്പറ്റി ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? പിന്നെ ലെബനനിലും ഇന്ത്യക്കാരുണ്ട്. ഞാനവിടെ പോയിരുന്നു കുറച്ച് നാൾ മുമ്പ്. അവരെയും കൊണ്ടുവരണം. ഇതാണ് നമ്മൾ ആലോചിക്കുന്നത്. പിന്നെ എണ്ണയുടെ വില കൂടിയിട്ടുണ്ട്. അത് നമ്മളെ ബാധിക്കും. നമ്മളെ മാത്രമല്ല, എല്ലാ ഓയിൽ ഇമ്പോർട്ടുകാരെയും ബാധിക്കും. ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നെതന്യാഹു ഒരു വലിയ യുദ്ധം വേണമെന്ന് ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ട് ഇറാനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവോക്ക് ചെയ്തു. എന്നിട്ടും പ്രസിഡന്റ് ബൈഡൻ അതിനെപ്പറ്റി ഒന്നും ചെയ്യാൻ ആഗ്രഹിച്ചില്ല. അദ്ദേഹം പൊതുവായിട്ട് പറഞ്ഞു, ഇറാൻ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ പ്രതികരിക്കും. അല്ലാതെ നെതന്യാഹുവോട് ഈ പ്രൊവോക്കേഷൻ നിർത്താനായിട്ട് പറയാൻ ബൈഡന് സാധിച്ചിട്ടില്ല. ഇത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള വലിയ തെറ്റാണ്. ഓക്കെ, എന്തായാലും അങ്ങ് പ്രതീക്ഷിക്കുന്നത് ഇറാനെ തുടർച്ചയായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ അമേരിക്ക ഇസ്രായേലിനോടൊപ്പം പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇറാനിന് മിസൈൽ തൊടുത്താൽ ഇറാന്റെ മിസൈലുകൾ വെടിവെച്ചിടും എന്ന് അമേരിക്ക വളരെ കൃത്യമായി തന്നെ ഇസ്രായേലിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇറാൻ ഇപ്പോൾ തിരിച്ചൊരു വെല്ലുവിളി നടത്തിയിരിക്കുന്നത്, അവിടുത്തെ ഈ റവല്യൂഷണറി ഗാർഡ് പറഞ്ഞിരിക്കുന്നത്, ഏതെങ്കിലും തരത്തിൽ ഇറാന് എതിരെ അമേരിക്ക സൈനികമായി നീങ്ങുകയാണെങ്കിൽ ഇറാഖ് അടക്കമുള്ള സ്ഥലങ്ങളിൽ തങ്ങൾ ആക്രമണം നടത്തുമെന്നുള്ളതാണ്, അമേരിക്കൻ താവളങ്ങളിൽ. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾക്ക് പരിധിയില്ലാത്തൊരു യുദ്ധത്തിന്റെ ഒരു പോർമുഖം തുറക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായിട്ടും. കാരണം ഇറാഖിൽ ഇപ്പോഴും അമേരിക്കൻ സോൾജേഴ്സ് ഉണ്ട്. അപ്പൊ അവരെ ആക്രമിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇറാന്റെ സപ്പോർട്ടുള്ള ആംഡ് ഗ്രൂപ്പ്സ് ഇറാഖിലുണ്ട്. പിന്നെ അമേരിക്കൻ സോൾജേഴ്സ് സിറിയയിലുണ്ട്. അപ്പോ അവരും വളരെ വൾനറബിൾ ആണ്. അപ്പോ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇത് സീരിയസ് ആയിട്ട് എടുക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്ത കൂടി നമുക്ക് കൊടുക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ റോയിട്ടേഴ്സും കൂടി ശ്രദ്ധിച്ചാൽ, ശ്രീ ഫാബിയാൻ, റിസർച്ച് ഡെസ്ക് കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇറാൻ താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇറാൻ സെയ്സ്, റോയിട്ടർ റിപ്പോർട്ട് ചെയ്യുന്നു, ഇറാൻ സെയ്സ് അറ്റാക്ക് ഓൺ ഇസ്രായേൽ ഈസ് ഓവർ ആസ് ഫിയേഴ്സ് ഗ്രോ ഓഫ് വൈഡർ കോൺഫ്ലിക്റ്റ്. Its missile attack on Israel was over, barring further provocation in the Reuters report ചെയ്യുന്നു. While Israel and the US promised to retaliate against Tehran as fears of a better was intensified. ശ്രീ KP ഫാബിയാൻ, ഇറാൻ തൽക്കാലം ഈ ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ശ്രീ ഫാബിയാൻ. അതെ, അത് വളരെ തന്ത്രപരമായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ചെസ് ഇന്ത്യയിൽ ഒന്നാണ് ഒറിജിനേറ്റ് ചെയ്ത്. അത് യൂറോപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഇറാൻ വഴിക്കാണ് പോയത്. അപ്പൊ ഞാൻ ഇറാനിലുണ്ടായിരുന്നു 76-79.
ഇറാനിയൻസ് തന്ത്രപരമായിട്ട് നോക്കുമ്പോൾ വളരെ സ്മാർട്ടാണ്. അപ്പൊ അവര് പറയുന്നതിന്റെ അർത്ഥം ഞങ്ങൾ ഈ 200 മിസൈൽസ് അയച്ചു, ഇനി കൂടുതലൊന്നും ഞങ്ങൾ ചെയ്യാൻ പോകുന്നില്ല, നിങ്ങളൊന്നും കൂടുതൽ ചെയ്തില്ലെങ്കിൽ. അപ്പോൾ അവരാണ് ഈ യുദ്ധം ഒഴിവാക്കാനുള്ള കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഉള്ളതാണ് അവർ പ്രൊജക്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീ ഫാബിയാൻ.